السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന, അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മുടെ നിത്യജീവിതത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗൗരവത്തോടെയുള്ള വസിയ്യത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിലായി ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട് നടത്തിയിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന 5 ഉപദേശങ്ങളടങ്ങുന്ന പ്രത്യേകമായ ഒരു ഹദീസിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ള മഹനീയമായ ആ പാന്താവ്, ആ സരണി പിന്തുടർന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്തും സ്നേഹവും നിലനിർത്തുകയും അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും കരസ്ഥമാക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആ റിവായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. അവിടുന്ന് പറയുന്നു, മൻ യഅഖുദു അന്നി ഹഉലാഇൽ കലിമാത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, സഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരുണ്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ, ചില കലിമത്തുകൾ, വാക്കുകൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കുവാൻ, ചില വാക്കുകൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? ഏറ്റെടുക്കുക മാത്രമല്ല, ഫയഅമലു ബിഹിന്ന, അതനുസരിച്ച് അമൽ ചെയ്യാൻ തയ്യാറുള്ളവർ ആരുണ്ട്? ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അതല്ലെങ്കിൽ അവൻ അമൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല,
അതനുസരിച്ച് അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖമായി ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ തയ്യാറാണ്. ഫഅഖദ ബിയദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചു. ഫഅദ്ദ ഖംസ, ഒരു 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എണ്ണി പറഞ്ഞു. വഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, നീ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണം, ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിനെ ആരാധിക്കുന്നവൻ നീയായി മാറും. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത്, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്, അല്ലാഹു നിനക്ക് ഓഹരി വെച്ച് വീതിച്ച് തന്നിട്ടുള്ളതിൽ നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനും ധന്യനും നീയായിരിക്കും. മൂന്നാമത് അവിടുന്ന് പറഞ്ഞത്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നീ നിന്റെ അയൽവാസിയോട് നല്ല നിലക്ക് വർത്തിക്കണം, എങ്കിൽ നീ വിശ്വാസിയായി മാറുന്നു. നാലാമത് അവിടുന്ന് പറഞ്ഞത്, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നീ ജനങ്ങൾക്ക് നിനക്കിഷ്ടപ്പെടുന്നതൊക്കെ നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം, അപ്പോൾ നീ മുസ്ലിമായി തീരും. അഞ്ചാമത് അവിടുന്ന് പറഞ്ഞത്, വലാ തുക്സിരിൽ ലഹ്ക ഫഇന്നൽ ലഹ്ക ഫഇന്ന കസറത്തൽ ലഹ്കി തുമീതുൽ ഖൽബ്, നീ അധികരിച്ച് ചിരിക്കരുത്, നീ വല്ലാതെ ചിരിക്കരുത്, കാരണം ചിരിയുടെ ആധിക്യം ഹൃദയത്തെ കൊന്നുകളയും. ഈ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലോകത്ത് എല്ലാ മനുഷ്യരും വളരെയേറെ പ്രാധാന്യപൂർവ്വം ഏറ്റെടുക്കേണ്ടുന്ന ഉപദേശങ്ങൾ, അതനുസരിച്ച് പ്രവർത്തിക്കൽ നിർബന്ധമായിട്ടുള്ള ഉപദേശങ്ങൾ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ, സ്വന്തം കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഉത്ബോധനം നടത്തുവാൻ കടമപ്പെട്ടിട്ടുള്ള സാരോപദേശങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ തന്നെ തുടക്കത്തിലേ പറഞ്ഞത് എന്താണ്? ഇത് കേട്ടാൽ പോരാ, ആരുണ്ട് എന്നിൽ നിന്ന് ചില വാക്കുകൾ ഏറ്റെടുക്കാൻ എന്നല്ല ചോദിച്ചത്, അതനുസരിച്ച് അമല് ചെയ്യാൻ തയ്യാറുള്ളവരാരുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അതനുസരിച്ച് അമല് ചെയ്യാൻ, ഇൽമ കിട്ടിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളവരാരുണ്ട് എന്നാണ് ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അത് ഏറ്റെടുക്കുകയാണ്, അന യാ റസൂലല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 5 മഹത്തായ ഉപദേശങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി തന്നെ കൊണ്ടു നടക്കണം. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖിൽ മഹാരിം. എന്താണ് മഹാരിം എന്ന് പറഞ്ഞാൽ? ഹറാമുകളെ നീ സൂക്ഷിക്കണം. ഹറാമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ആബിദ് നീ ആയിരിക്കും. ആബിദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ ആരാധിക്കുന്നവൻ. അഅബദ് എന്ന് പറഞ്ഞല്ലോ, ധാരാളമായി അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന ആബിദ്, ധാരാളമായി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവൻ. ധാരാളം ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും വലിയ നീ ഇബാദത്തുകാരനായി മാറാൻ വേണ്ടത്. 5 നേരത്തെ നിസ്കാരം അത് നിർബന്ധമായി നാം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യാനുള്ളതൊക്കെ നിർബന്ധമായി നാം ചെയ്തിരിക്കണം. വെടിയണം, ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കണം. അതെ, അവിടെയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാറുള്ളത്. നിസ്കരിക്കാൻ പലപ്പോഴും പ്രയാസമില്ല, റമദാനായാൽ നോമ്പെടുക്കാൻ പലപ്പോഴും പ്രയാസമില്ല, സക്കാത്ത് ഒരുപക്ഷെ കൊടുത്തേക്കും, ഹജ്ജിനും ഉംറക്കും അവൻ പലതവണ പോയിട്ടുണ്ടാകും. പക്ഷേ തന്റെ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ, തന്റെ ജീവിതത്തിന്റെ ആരാരുമില്ലെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ അവന് തഖ്വ നഷ്ടപ്പെടുന്നു എങ്കിൽ അവൻ ആബിദല്ല, അവൻ അഅബദല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. എന്തൊക്കെയാണ് മഹാരിമുല്ലാഹ്? അല്ലാഹ് ഹറാമാക്കിയവ എന്ന് പറഞ്ഞാൽ കന്നളർ, ഹറാമിലേക്ക് നോക്കൽ, ഹറാം കാണൽ, രസിക്കൽ, വത്തബറുജുൽ മുഹറം,
ഹറാമായ നിലക്ക് സ്ത്രീകളതാ അഴിഞ്ഞാട്ടം നടത്തൽ, പുറത്തേക്കിറങ്ങൽ. അതുപോലെ തന്നെ അസ്സിന, വ്യഭിചാരം, വരിബ, പലിശ, വരിശ്വ, കൈക്കൂലി, വൽളുൽം, അക്രമം, വസ്സരിഖ, മോഷണം, വൽഗീബ, മറ്റുള്ളവരുടെ കുറ്റം പറയൽ, വന്നമീമ, ഏഷണി, പരദൂഷണം, വനഖ്ദിമ അമറല്ലാഹു ബിൽ വഫാഇ ബിഹി, അല്ലാഹ് പൂർത്തീകരിക്കാൻ കൽപ്പിച്ച കരാറുകളെ ലംഘിക്കൽ, വഖത്ഇമ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു കളയൽ. അപ്പൊ എല്ലാ തിന്മകളും പെട്ടുകഴിഞ്ഞൊരു വാക്കാണ് മഹാരിമുല്ലാഹ്. മഹാരിമുള്ളയിൽ നിന്ന് വിട്ടു നിൽക്കണം. അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള അതിനോടടുക്കരുതേ, അത് ചെയ്യരുതേ, ഇത് കാണരുതേ, ഇത് തിന്നരുതേ, ഇത് പ്രവർത്തിക്കരുതേ, ഇതിൽ പങ്കെടുക്കരുതേ, ഈ രൂപത്തിൽ മുന്നോട്ട് പോകരുതേ എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ അതിർത്തികളുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള അതിരുകളാണ്, അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളാണ്. ഫലാ തഅതദൂഹാ, നിങ്ങൾ ആ അതിർത്തികൾ വിട്ടുകിടക്കരുത്, അതിരുകൾ നിങ്ങൾ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച പരിധികളെ, അതിർത്തികളെ ആര് വിട്ടുകിടക്കുന്നുവോ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരാണ് കടുത്ത അക്രമികൾ. അതാണ് അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള പരിധി വിട്ടുകിടക്കുന്നവരൊക്കെ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരാണ്. റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പരിധികളെ വിട്ടുകിടക്കുന്നവർ മുഴുവനും റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നവരാണ്. അവർക്ക് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വമൻ യഅസില്ലാഹ്, ആര് അല്ലാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നുവോ, ആര് അല്ലാഹുവിനെ ധിക്കരിക്കുന്നുവോ, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കരിക്കുന്നുവെങ്കിൽ, വയതഅദ്ദ ഹുദൂദഹു, അവൻ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളെ ആരെങ്കിലും ലംഘിക്കുകയോ വിട്ടുകിടക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, യുദ്ഖിൽഹു നാറാ, യുദ്ഖിൽഹു, അവനെ പ്രവേശിപ്പിക്കപ്പെടും, അവനെ പ്രവേശിപ്പിക്കുന്നതാണ് നാറൻ, തീയിൽ, ഖാലിദൻ ഫീഹാ, അതിലവൻ ശാശ്വതവാസിയായിരിക്കും. വലഹു അദാബും മുഹീൻ, അവന് വളരെയേറെ നിന്ദ്യകരമായ ശിക്ഷയുണ്ടാകും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ഇബാദത്തുകൾ എന്ന് പറയുമ്പോ നീ കൃത്യമായി പള്ളിയിൽ പോകുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ സുന്നത്ത് ളുഹാ നിസ്കരിക്കുന്നു, രാത്രി നിസ്കരിക്കുന്നു, അതുകൊണ്ട് മാത്രമായില്ല, അതുകൊണ്ട് മാത്രമായില്ല. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടെ നാം കേൾക്കേണ്ടുന്ന ഒരു വചനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബത്ത് ഞെട്ടിത്തെറിച്ചിട്ടുണ്ട് ആ വാചകം കേട്ടപ്പോൾ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സഹാബിമാരോട് പറഞ്ഞു, സഹാബത്തെ, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ അന്ത്യനാളിൽ തിഹാമ പർവ്വതത്തോളം വലുപ്പമുള്ള, മലയോളം വലുപ്പമുള്ള സൽക്കർമ്മങ്ങളുമായി പരലോകത്തവർ വരും. തിഹാമ പർവ്വതത്തോളം വലുപ്പമുള്ള സൽക്കർമ്മങ്ങളുമായി, മല പോലെ സൽക്കർമ്മങ്ങളുമായി പരലോകത്തവർ വരും. പക്ഷേ ഫയജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, ആ കർമ്മങ്ങളെ മുഴുവൻ അല്ലാഹു നാളെ പരലോകത്ത് ധൂളിയായി പാറ്റി പറത്തുന്നതാണ്. ഒരു കാര്യവും അവന്റെ അമലുകൾ കൊണ്ടുണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, സിഫുഹും ലനാ, സിഫുഹും ലനാ, ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തരൂ പ്രവാചകരെ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, അറിയാതെ എങ്ങാനും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ റസൂലേ ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ അറിയോ? അവര് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർക്ക് നിസ്കാരവും നോമ്പും പല കാര്യങ്ങളും നല്ല ഇബാദത്തൊക്കെയുണ്ട്. വലാകിന്നഹും, പക്ഷേ അവർ ഖൗമുൻ, ഒരു ജനതയാണ്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവരൊരു സ്ഥലത്ത്, ഒരിടത്ത് ഹറാം ചെയ്യാൻ ഒറ്റയ്ക്ക് അവസരം കിട്ടിയാൽ ആ അതിർത്തി അവർ ലംഘിച്ചുകൊണ്ട് അവർ ആ ഹറാമിലേക്ക് വീഴുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി ജനങ്ങൾക്കിടയിലാകുമ്പോ, ആളുകൾക്കിടയിലാകുമ്പോ തഖ്വയും ഖൗഫും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഭക്തിയും ഒക്കെ ജീവിതത്തിന്റെ ഒറ്റക്കാകുമ്പോ, സ്വന്തം റൂമിലാകുമ്പോ, സ്വന്തം ജോലി സ്ഥലത്താകുമ്പോ, സ്വന്തം ബിസിനസ് മേഖലയിലാകുമ്പോ, സ്വന്തത്തിന്റെ മേഖലകളിലേക്ക് ചുരുങ്ങിപ്പോകുമ്പോ, സർവ്വ ഹറാമുകളും ഒന്നൊഴിയാതെ ചെയ്യാൻ മടി കാണിക്കാതെ, എന്നാലോ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, അങ്ങനെ തന്റെ ജീവിതത്തിൽ തിന്മകളെ തടുക്കാൻ പര്യാപ്തമല്ലാത്തൊരു നിസ്കാരം എനിക്ക് എന്തിനെനിക്ക് അങ്ങനെയുള്ള നിസ്കാരം? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നസ്സലാ, എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നമസ്കാരം? ഇന്നസ്സലാത്ത, നിശ്ചയമായി നമസ്കാരം, തൻഹാ
വതൻഹാ അത് തടയും, അത് വിരോധിക്കുന്നു, അനിൽ ഫഹ്ശായി വൽ മുൻകർ നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും തടയുന്നതാണ് നിസ്കാരം. അപ്പൊ നിസ്കരിക്കുന്നവനിൽ ഫാഹിശത്തുണ്ടാവാൻ പാടില്ല, നിസ്കരിക്കുന്നവരിൽ മുൻകറാത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് നിസ്കാരം ഉയരണം, നിസ്കാരം വളരണം, നിസ്കാരം ജീവനുള്ളതാകണം എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തിഹാമാ പർവ്വതത്തോളം കർമ്മങ്ങളുമായി പരലോകത്തെത്തിയവർ അമൽ ഒരുപാട് ചെയ്തവരാണ്. പക്ഷേ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ അവർ ഹറാമ് ചെയ്യും, അവർ ഹറാമ് കാണും, അവർ ഹറാമ് കേൾക്കും, അവർ വ്യഭിചരിക്കും, അവർ മോശത്തരങ്ങൾ ചെയ്യും, അവർ വേണ്ടാത്തത് കേൾക്കും, അവർ വേണ്ടാത്തത് കാണും. അങ്ങനെ അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള മഹാരിമുകളെ മുഴുവനും അവരതിനെ പിച്ചി ചീന്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷ്മത നമുക്കുണ്ടോ എന്ന ഈമാൻ പരിശോധിക്കുന്ന രംഗമാണ് നാം ഒറ്റക്കാകുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലറകളിൽ നിരപരാധിയായ പ്രവാചകൻ അടക്കപ്പെടേണ്ടി വന്നത് നമുക്കറിയാം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഈമാൻ തിന്മയിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്ന നേരത്ത് സുന്ദരിയായ രാജകീയ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിലെ രാജ്ഞി, പദവിയുള്ള പ്രതാപമുള്ള സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള പണമുള്ള സമ്പത്തുള്ള സ്വാധീനമുള്ള അധികാരമുള്ള പെണ്ണ് തിന്മയിലേക്ക് തന്നെ ക്ഷണിച്ചപ്പോഴും റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അല്ലാഹുവേ എന്റെ റബ്ബേ കൽത്തുറുങ്കാണ്, ജയിലറയാണ്, അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം, മിമ്മാ തദ്ഊനനി ഇലൈഹി ആ സ്ത്രീകൾ എന്നെ ഏതൊരു തെറ്റിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ് ജയിൽവാസം പുഞ്ചിരിയോടെ സ്വീകരിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, നിരപരാധിയായി ജയിലിലടക്കപ്പെട്ട മഹാനായ പ്രവാചകന്റെ ജയിൽവാസം അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹമായി മാറുകയായിരുന്നു. സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്യാതെ കുറ്റങ്ങൾ ചെയ്യാതെ ജയിലിൽ അടക്കപ്പെടുന്നവർക്ക് മുഴുവനും പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അതേ മഹാനായ പ്രവാചകൻ പുറത്തേക്ക് വന്ന് ആ ജയിൽവാസത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ മുഖേന വലിയ വലിയ പദവികളിലേക്ക്, ആ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വലിയ പദവികളിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫലമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത് ഹറാമുകൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുകിട്ടിയിട്ട് ആ ഹറാമിന്റെ ഘട്ടങ്ങളിൽ അല്ലാഹുവേ നീ എന്നെ കാണുന്നു, നീ അറിയുന്നു, നീ മനസ്സിലാക്കുന്നു, നീ നോക്കുന്നു എന്ന ചിന്തയോടുകൂടെ വിട്ടുനിൽക്കാൻ സാധിച്ചാൽ തകുൻ അഅ്ബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ നീയായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഒന്നാമത്തെ ഉപദേശം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക, ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ തിന്മ ചെയ്യില്ല, എന്നെ ആര് കാണുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും, ഞാൻ ആൾക്കൂട്ടത്തിലാണെങ്കിലും, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഹറാം ചെയ്യില്ല. എങ്കിൽ തകുൻ അഅ്ബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ആരാധനക്കാരൻ നീയായി മാറും. രണ്ടാമത്തെ ഉപദേശം വർദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, നീ തൃപ്തിപ്പെടുക, ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹ് നിനക്ക് വീതിച്ച് ഓഹരി വെച്ച് തന്നിട്ടുള്ളതിൽ നീ തൃപ്തിപ്പെടണം. തകുന്നപ്പോൾ നീ ആയിത്തീരും അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനും ധനവാനും സമ്പന്നനും നീയായി മാറും. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ ആയിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരുപാട് ഉണ്ടാവലല്ല സമ്പന്നത, ഒരുപാട് സൗകര്യങ്ങളുടെ ഉടമകളാവലല്ല സമ്പന്നത. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ ബികസറത്തിൽ അർള്, ലൈസൽ ഗിനാ ബികസറത്തിൽ അർള്, ഉൽപ്പന്നങ്ങളുടെയും ചരക്കുകളുടെയും ആധിക്യമല്ല സമ്പന്നത എന്ന് പറയുന്നത്, അതുകൊണ്ടല്ല സമ്പന്നത ഉണ്ടാകുന്നത്. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധന്യ. മനസ്സിന് നല്ലൊരു സുഖം, മനസ്സിന് നല്ലൊരു സമാധാനം,
അതുണ്ടാവലാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലക്ഷങ്ങൾ കിട്ടിയിട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ലക്ഷങ്ങളും കോടികളുടെയും ഉടമകളാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആഡംബര ഫ്ളാറ്റുകളുടെ ഉടമകളാണ്, വൻകിട നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നവരാണ്, വലിയ വലിയ വാഹനങ്ങളുടെ ഉടമകളാണ്, ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ ഒന്നുറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേട്, ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. അവസാനം വലിയ വലിയ സമ്പന്നരും സമ്പന്നകളുമൊക്കെ വൻകിട നക്ഷത്ര ഹോട്ടലുകളിൽ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുന്ന വർത്തമാന കാലഘട്ടം. സമ്പത്തിന് അവർക്കൊരു കുറവുമില്ല, കോടികളുടെ ആസ്തികളുള്ളവരാണവർ, പേരുള്ളവരാണവർ, പ്രസിദ്ധിയുള്ളവരാണവർ. പക്ഷേ ഒരു നേരം ഒരു സമാധാനം കിട്ടാതെ അതെ മരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പലരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. എന്താണ് കാരണം? മനസ്സിന് സമാധാനമില്ല. മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ നീ പ്രയാസപ്പെടുമ്പോൾ നിന്നേക്കാൾ പ്രയാസപ്പെടുന്നവരെ നോക്കണം എന്നാണ്. രോഗം കൊണ്ട് നീ കഷ്ടപ്പെടുമ്പോ നിന്നേക്കാൾ വലിയ രോഗികളിലേക്ക് നീ നോക്കണം. കടം കൊണ്ട് പ്രയാസം കൊണ്ട് നീ വിഷമിക്കുമ്പോ നിന്നേക്കാൾ സാമ്പത്തികമായി ഗതികേടിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നീ നോക്കണം. പ്രയാസങ്ങളും വിഷമങ്ങളും നിന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്നേക്കാൾ പ്രയാസപ്പെട്ടവരും കഷ്ടപ്പെട്ട മഹാന്മാരും വിഷമിച്ചവരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നീ ഓർക്കണം. ആ നിലക്ക് ഏറ്റവും നിന്റെ മനസ്സിന് നീ പാഠങ്ങൾ നൽകുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അതാണ് അള്ളാഹ് നിനക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലുപ്പമറിയാൻ, റബ്ബ് ചെയ്തു തന്ന നിഅമത്തിനെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും അർഹമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് ഏതൊക്കെ എത്ര അളവിൽ കൊടുക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടാ നമുക്ക് ഈ ഓരോ അളവിൽ തരുന്നത്. ആ അളവിൽ തൃപ്തിപ്പെട്ടോളണം. കാരണം അള്ളയാണ് വീതിക്കുന്നത്, അള്ളയാണ് വീതിച്ച് നൽകുന്നത്, അള്ളയാണ് മുഅ്തി, അള്ളയാണ് മാനിഅ്, അള്ളയാണ് തടയുന്നവൻ, അള്ളയാണ് കൊടുക്കുന്നവൻ. ഖുർആൻ പറഞ്ഞില്ലേ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. നാമാണ് അവരുടെ മഈശത്തിനെ ദുനിയാവിൽ വീതിച്ചു കൊടുക്കുന്നത്. അത് ചിലർക്ക് ആർക്കൊക്കെ കൂടുതൽ വേണം, കുറവ് വേണം. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്, ചിലർക്ക് ചിലരേക്കാൾ ദറജ ഉയർത്തി കൊടുക്കുന്നതും അതൊക്കെ നിശ്ചയിക്കുന്നത് അള്ളയാണ്. എനിക്ക് എന്ത് കിട്ടലാണ് ഖൈറെന്ന് എന്റെ റബ്ബിനെ അറിയൂ. ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ എനിക്ക് കിട്ടുന്നത് എനിക്ക് ഖൈറാവില്ല. എനിക്കേതാണ് ഖൈർ ശർറ് എന്ന് റബ്ബിനാണ് അറിയുക. അവനാണ് എനിക്ക് വീതിച്ച് തന്നിട്ടുള്ളത്. അവൻ തന്നതിലാണ് ഖൈറുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നതിലല്ല ഖൈർ, അവൻ തന്നതിലാണ് ഖൈറുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വർദ ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹ് നിനക്ക് ഓഹരി വെച്ച് അല്ലാഹ് നിനക്ക് വീതിച്ച് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ, നീ ആയിത്തീരും അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനും ഐശ്വര്യവാനും ഒക്കെ നീയായി മാറും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കണം. മൂന്നാമത്തെ ഉപദേശം അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. അഹ്സിൻ, നീ നന്മ ചെയ്യണം. ഇലാ ജാരിക, നിന്റെ അയൽവാസിയോട്. തകുൻ, എങ്കിൽ നീ വിശ്വാസിയാകും. അയൽപക്ക ബന്ധം നിലനിർത്തുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അയൽവാസികളോട് നീ ഏറ്റവും നല്ല നിലക്ക് ബന്ധം നിലനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് അയൽക്കാരുടെ കാര്യങ്ങൾ വന്നുകൊണ്ട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നിപ്പോയി, സ്വത്തിൽ മരണാനന്തരം അയൽവാസികൾക്കും പങ്കുണ്ട് എന്നിടത്തോളം വിശദീകരിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോയി. എന്ത്? നമ്മൾ മരിച്ചാൽ നമ്മുടെ അനന്തര സ്വത്ത് എടുക്കാരാ? മക്കള് പോലുള്ളവരൊക്കെല്ലേ? അതേപോലെ അയൽക്കാരോടുള്ള ബന്ധത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജിബ്രീൽ എന്നോട് വന്ന അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള വസിയത്ത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിപ്പോയി, നമ്മൾ മരിച്ചാൽ അനന്തര സ്വത്ത് കൂടി അയൽക്കാർക്കൊരു വീതമുണ്ട് എന്ന് പറയുമോ എന്ന് വരെ തോന്നിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രത്തോളം അയൽപക്ക ബന്ധം മാനിക്കേണ്ടുന്ന പാലിക്കേണ്ടുന്ന ബാധ്യതയുള്ളവരാണ് വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയൽക്കാരെ നാവുകൊണ്ട് പീഡിപ്പിച്ചിരുന്ന, നാവുകൊണ്ട് ദ്രോഹിച്ചിരുന്ന ഒരു പെണ്ണ്, അയൽവാസിയെ എപ്പോഴും ചീത്ത പറഞ്ഞിരുന്ന ഒരു പെണ്ണ്, നാവുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു പെണ്ണ്, അവൾ നിസ്കരിക്കുന്നവളും നോമ്പെടുക്കുന്നവളും സദഖ ചെയ്യുന്നവളും ഒക്കെ ആയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹിയ ഫിന്നാർ,
ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. എന്താ കാരണം? അയൽവാസിയെ നാവുകൊണ്ട് വിഷമിപ്പിക്കുന്നു. അയൽവാസിയുടെ കാര്യം, ആ ബന്ധം കണ്ടാൽ സലാം കൊണ്ട് ആരംഭിക്കുക, അയാളുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കുക, അയാളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണുക, രോഗികളായാൽ സന്ദർശിക്കുക, ആപത്ത് ബാധിച്ചാൽ സമാശ്വസിപ്പിക്കുക, അതുപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളും കീശയിലുമൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചുഴിഞ്ഞു നോക്കാതിരിക്കുക. സ്വന്തം വാതിലിന്റെ മുമ്പിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള അയൽക്കാർ, അവരോട് മറ്റുള്ളവരോടുള്ളതിനേക്കാൾ കൂടുതൽ കടപ്പാടിന്റെ ബാധ്യതയുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലക്ക് സംസാരങ്ങൾ ഇവിടെ നിന്ന് ശബ്ദം ഉയർത്തി വെക്കാതെ അത് എല്ലാ രൂപത്തിലും അവരോട് നല്ല നിലക്ക് വർത്തിക്കുക. അതാണ് നീ വിശ്വാസിയാകുവാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പറഞ്ഞു. നാലാമത് അവിടുത്തെ വസിയത്ത്, വഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. വഹിബ്ബ ലിന്നാസി, നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ മറ്റു ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടണം, എങ്കിലേ തകുൻ മുസ്ലിമാ, നീ മുസ്ലിമായി തീരുകയുള്ളൂ. നീ നന്നാവണം എന്ന് നീ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരും നന്നാകണം എന്നാണ് നീ ചിന്തിക്കേണ്ടത്. ഞാൻ ഉഷാറാകണം, മറ്റുള്ളവരൊക്കെ പഴച്ചു പോകണം, എനിക്ക് വളരണം, മറ്റുള്ളവരൊക്കെ തളരണം, ഞാൻ വിജയിക്കണം, മറ്റുള്ളവരൊക്കെ പരാജയപ്പെടണം എന്നല്ല നീ ആഗ്രഹിക്കുന്നത്. നിനക്ക് ആഗ്രഹിക്കുന്നത് നീ മറ്റുള്ളവർക്കും ആഗ്രഹിക്കണം. നിന്റെ മക്കൾ സാലിഹികളാവണം, അവര് നന്നാവണം, അവര് പഴച്ചു പോകരുതെന്ന് നീ ആഗ്രഹിക്കുന്നവര് പോലെ മറ്റുള്ളവരുടെ മക്കളെയും പഴപ്പിക്കണ്ട, മറ്റുള്ളവരുടെ മക്കളെയും തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോകണ്ട. മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും ആ ബോധം വേണം. നിനക്ക് സമ്പത്തുണ്ടാകണം, മറ്റുള്ളവർക്കും നീ അത് ആഗ്രഹിക്കണം. നീ കഷ്ടപ്പെടരുത്, അതുപോലെ മറ്റുള്ളവരും കഷ്ടപ്പെടരുത്. നിനക്ക് നല്ല ജോലി വേണം, മറ്റുള്ളവർക്കും നല്ല ജോലി കിട്ടട്ടെ. നിന്റെ ബിസിനസ് ലാഭകരമാകണം, വളരണം, മറ്റുള്ളവർക്കും അതുണ്ടാകട്ടെ. എല്ലാത്തിലും ഉപരി നിനക്ക് സ്വർഗം വേണം, മറ്റുള്ളവർക്കും സ്വർഗം വേണം. ആ രൂപത്തിൽ നീ നിനക്ക് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും ആഗ്രഹിച്ചാൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന അസൂയ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അസൂയയുണ്ടാകുന്നത് തന്റെ വളർച്ച മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്, മറ്റുള്ളവൻ തളരണം എന്ന ആഗ്രഹമാണ്. അതേ അവസരത്തിൽ താൻ വളരണം, മറ്റുള്ളവരും വളരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള മാനസികമായ വിശാലത. അസൂയയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന അസൂയ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു ഗുണം കൂടിയാണത്. എന്ത്? നിനക്കിഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും നീ ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ തുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഈ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് നടത്തിയിട്ടുള്ള ഈ വസിയത്തിനെ മുറുകെ പിടിക്കുന്ന നല്ലവരിൽ ഉൾപ്പെട്ടുകൊണ്ട് നാം മുന്നോട്ട് പോവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മുറുകെ പിടിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും പറഞ്ഞിട്ടുള്ള സാരോപദേശങ്ങളിൽ അഞ്ചാമത്തത്, വലാ തുക്സിരിൽ ലഹ്ക, നീ ചിരി വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത്തുൽ ലഹ്ക്, ചിരിയുടെ ആധിക്യം തുമീതുൽ ഖൽബ, ഹൃദയത്തെ കൊന്നുകളയും. ചിരിക്കരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ചിരിക്കാൻ പാടില്ല, എപ്പോഴും വളരെ ഗൗരവത്തിലിരിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. കാരണം ചിരി അത് മനുഷ്യ പ്രകൃതാണ്. ചിരിക്കും മനുഷ്യൻ, കരയും. ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും ഒക്കെ അല്ലാഹയാണ്. വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ, സേമായ റബ്ബാണ് ചിരിപ്പിക്കുന്നവൻ, റബ്ബാണ് കരയിക്കുന്നവൻ. അപ്പൊ മനുഷ്യ പ്രകൃതമാണ് ചിരിയും കരച്ചിലുമൊക്കെ. പക്ഷേ ചിരിയുടെ ആധിക്യമാണ് വിലക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്, സഹാബത്ത് ചിരിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കണ്ടുമുട്ടുമ്പോഴും അവിടുത്തെ മുഖത്ത് ഞങ്ങൾ പുഞ്ചിരി കാണാറുണ്ടെന്ന് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിരിക്കുക എന്ന് പറയുന്നതിനെയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആക്ഷേപിച്ചിട്ടുള്ളത്, മറിച്ച് അതിന്റെ ആധിക്യത്തെയാണ്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ആളുകൾ ചിരിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്.
പലരും പല പ്രോഗ്രാമുകളാണ് പലർക്കും ഇഷ്ടം. ചിലർ TV തുറന്ന നല്ല ചിരിക്കാൻ പറ്റുന്ന പരിപാടി ഏതാ? കുടുകുടാ ചിരിപ്പിക്കുന്ന പരിപാടി എന്നാണ് പരസ്യം തന്നെ. അങ്ങനെ ധാരാളമായി ചിരിക്കാനുള്ള ക്ലിപ്പുകൾ തന്റെ ഫോണിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നടന്ന് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആ ചിരി ക്ലിപ്പുകൾ ഇങ്ങനെ ധാരാളമായി വെച്ച് ചിരിച്ച് സദസ്സിനെ ചിരിപ്പിച്ച് യാത്രയിൽ ചിരിപ്പിക്കുന്ന ആളുകളെ കൂടെ കൊണ്ടുപോകാൻ ആവേശം കാണിച്ച് അങ്ങനെ എല്ലാ നിലക്കും ചിരി ഒരു പ്രത്യേകമായ ഒരു ധാരാളമായി പൊട്ടിച്ചിരിച്ച് ഖൽബിനെ തന്നെ കൊന്നുകളയുന്നവർ, ഹൃദയത്തെ ലോലമാക്കുന്നത് ചിരി എന്ന് പറയുന്ന ആധിക്യം നമ്മുടെ പ്രവർത്തനത്തിൽ വന്നുപോയാൽ ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയി അവസാനം അത് മൗത്തായി പോകും. ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഖൈറുകൾക്ക് ഇടമുണ്ടാവുകയില്ല. ഹൃദയം ചത്തു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ പിന്നെ നന്മകളുടെ കിരണങ്ങൾ പ്രവേശിക്കില്ല. എന്ത് തിന്മകൾ ചെയ്യാനും പിന്നെ ആ ഹൃദയത്തിന് മടിയുണ്ടാവുകയില്ല. ഏത് തിന്മകളും പിന്നെ ആ ഹൃദയത്തിന് നിസ്സാരമായിരിക്കും. അതുപോലെ തന്നെ ആ ഹൃദയത്തിന്റെ ഉടമകൾക്ക് പിന്നെ എപ്പോഴെങ്കിലും അവൻ നിസ്കരിക്കാൻ നിന്നാൽ തന്നെ ഖുശൂ ഉണ്ടാവുകയില്ല, ഖൗഫ് ഉണ്ടാവുകയില്ല, ഒരു ഭയഭക്തി തോന്നുകയില്ല. എന്ത് കേട്ടാലും അവന്റെ മനസ്സിൽ കുലുക്കമുണ്ടാവുകയില്ല, ഒരു പേടിയും തോന്നുകയില്ല. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകും എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ ഖൽബിനെ കുറിച്ചാണ്. അത് മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഹൃദയം ചത്തുപോയ ആളുകൾ, മുനാഫിക്കുകൾ, കാഫിറുകൾ, അവരോട് എന്തുപദേശം നൽകിയാലും അവരുടെ മനസ്സുകളെ അത് പിടിച്ചു കുലുക്കുകയില്ല. എത്രത്തോളം വല്ല മുസ്തക്ബിറ, അവൻ അഹങ്കാരിയായി കൊണ്ട് തിരിഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക. കഅല്ലം യസ്മഅഹ, അവനത് കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ. ആ നിലക്ക് ഹൃദയം അങ്ങ് മുദ്ര വെക്കപ്പെട്ട് ഹൃദയം അങ്ങ് ചത്തുപോകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തും മനുഷ്യൻ ഇങ്ങനെ അമിതമായി ചിരിച്ചുകൊണ്ടിരുന്നാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അമിതമായ ചിരി, അമിതമായ ആഹ്ലാദം, ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ അതിനുവേണ്ടി മാത്രം പരിപാടികൾ ആവിഷ്കരിച്ച് കണ്ടും രസിച്ചും ചിരിക്കന്നെ, ധാരാളമായി ചിരിക്കന്നെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൗ തഅലമൂന മാ അഅലം, ജനങ്ങളെ ഞാൻ മനസ്സിലാക്കിയതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖതും ഖലീലാ, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ വളരെ കുറഞ്ഞേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുക തന്നെ ചെയ്യുമായിരുന്നു. പലതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ലേ ഫൽയദ്ഹകൂ ഖലീലാ വൽയബ്കൂ കസീറാ, അങ്ങനെ ചിരിക്കല്ല, കുറച്ച് ചിരിക്കട്ടെ അവർ. ഫൽയബ്കൂ കസീറാ, ധാരാളമായി അവർ കരയട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ സാധിക്കണം, റബ്ബിനെ ഓർത്ത് കരയാൻ സാധിക്കണം. നമ്മൾ നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ചെന്ന് കിടക്കാനുള്ള ഖബറിനെ കുറിച്ച് ഓർത്താൽ, പരലോക നരകത്തെ കുറിച്ച് ഓർത്താൽ, വിചാരണയെ കുറിച്ച് ഓർത്താൽ നമുക്കിങ്ങനെ മതിമറന്ന് ചിരിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് അങ്ങനെ ചിരിക്കല്ല. ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക്, പാപങ്ങളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഒറ്റക്കിരിക്കുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നത്. അതാണ് നാളെ മഹ്ശറിൽ അല്ലാഹു അവന്റെ പ്രത്യേകമായ തണൽ കൊടുക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ, ഒരാളതാ ഒറ്റക്കിരുന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയാണ്, തന്റെ പാപങ്ങൾ ഓർക്കുകയാണ്, മരണത്തെ ഓർക്കുകയാണ്, ഖബറിനെ ഓർക്കുകയാണ്, നരകത്തെ ഓർക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുന്ന നേരത്തെ ഓർക്കുകയാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ സാന്നിധ്യം ഭയപ്പെടുന്ന ആളുകൾ, അതെ അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ഓർക്കുമ്പോ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു എങ്കിൽ അവർക്ക് നാളെ തണലുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 5 മഹത്തായ ഉപദേശങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതേ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തിന് സമാധാനം കണ്ടെത്തുക, അയൽപക്ക മര്യാദ നിലനിർത്തുക, അതുപോലെ തന്നെ തനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് മാനസികമായ വിശാലത പ്രകടിപ്പിക്കുക.
ചിരി കുറക്കുക. അതിന്റെ ആധിക്യം നമ്മുടെ ഖൽബിനെ കൊന്നുകളഞ്ഞേക്കും. അതിലൂടെ പരലോകം നമുക്ക് നഷ്ടമാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ 5 മഹത്തായ ഉപദേശങ്ങളെയും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും സർവശക്തനായ നാഥൻ അറിയുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ പ്രയാസങ്ങളിലും നീ താങ്ങും തണലുമായി ഉണ്ടാകണേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വിഷമങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.